സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വൻപയർ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടിഫിൻ ബോക്സിൽ കുട്ടികൾക്കെല്ലാം കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല പോഷകപ്രദമായ ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇത്. കഞ്ഞിക്കും ചോറിനും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഈ അടിപൊളി ടേസ്റ്റിലുള്ള മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്ത 2 കപ്പ് വൻപയറാണ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പയർ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പയറിനെ 1.5 ഇഞ്ച് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വൻപയറിനെ കുറച്ച് നല്ല വേവുള്ളതാണ്. കുതിർത്തെടുത്താലും കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണം. കുക്കർ അടച്ചു കൊടുത്ത് ഒരു 6 വിസിൽ വരുന്നിടം വരെ സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. 6 വിസിലിന് ശേഷം എയറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ വെള്ളമെല്ലാം പറ്റി പയർ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. തോരനാണേലും മെഴുക്ക് പുരട്ടിക്കാണേലും പയർ നല്ലവണ്ണം വെന്ത് വന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പയർ വേവിച്ചപ്പോൾ അതിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. അതുകൊണ്ട് സവാളയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി സവാളയൊന്ന് കളറ് മാറി വഴന്ന് വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം നല്ലവണ്ണം വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. പൊടികളും പയറും തമ്മിൽ നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പയറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വറ്റുന്നിടം വരെ ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്നും ടേസ്റ്റിയുമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ വൻപയർ മെഴുക്ക് പുരട്ടി നിങ്ങൾ ഇതുപോലല്ല ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ വൻപയർ മെഴുക്ക് പുരട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.